നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രാഹുൽ കോൺഗ്രസിൽ നിന്നും മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിച്ച ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിലേറുകയാണെങ്കിൽ മന്ത്രിയാകാൻ തന്നെ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നതിൽ ആർക്കും തന്നെ ഒരു തർക്കവുമില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് ഫെനി നയനാൻ ഒരു കൃത്യമായിട്ടുള്ള പോസ്റ്റ് ഇടുകയാണ്. രാഹുലിന് ആരും തന്നെ സീറ്റ് നൽകുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ കോൺഗ്രസിൽ നിന്നും പുറത്തായ ആളാണ്. അതുകൊണ്ട് ഏതായാലും ഒരു അവസാന നിമിഷം ഒരു പക്ഷേ ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. രാഹുലിനെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വിളിക്കുകയും രാഹുലിന് സീറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല. രാഹുലിനെ മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ പരാതി പറയുകയോ പാർട്ടി തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ആരും തന്നെ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഈ പാർട്ടി തള്ളിക്കളഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലോ ഒരിടത്തോ തന്നെ പ്രതികരണം നടത്തുകയോ പോസ്റ്റ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഫെനി നയനാൻ കുറിച്ച് ഒരു പോസ്റ്റ് ഉണ്ട്, അതാണ് വൈറലാകുന്നത്. ഇന്നത്തെ ദിവസം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ്. അയാൾ കാണിച്ച അച്ചടക്കം ചുരുങ്ങിയത് 2 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ഗുണം ആകുന്നുണ്ട്. അതിനെപ്പറ്റി വേറൊരു അവസരത്തിൽ പറയാം. കേസിനെ പറ്റി തന്നെ പറയാം. രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നു രാഹുലിന് ഇന്ന് നിർണായകമെന്ന്. കുറെയായി ഈ തലക്കെട്ട് ശീലമായിട്ടു. ഇന്നത്തെ വിശേഷം രാഹുൽ MLA രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതവരെ ഭീഷണിപ്പെടുത്താനായിരിക്കാം. അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്ന് SIT കൊടുത്ത പരാതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. കോടതി വിധി വന്ന ശേഷം കാര്യമായ വാർത്തകളില്ല. എന്താണ് കാരണം? രാഹുൽ MLAയുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചു. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ വിധിച്ചത്? രാഹുൽ MLA കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഈ പരാതിക്കാരിയുടെ അമ്മ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു എന്നും പരാതിക്കാരിയും തന്റെ സ്റ്റോറികൾക്ക് പ്രതികരിക്കുന്നു എന്നുമാണ്. ഈ പരാതിയിൽ പറഞ്ഞ ദിവസം പോലും പരാതിക്കാരിയുടെ അമ്മ ഫോണിൽ മെസ്സേജ് അയച്ചു എന്നും അതിനാൽ ബ്ലോക്ക് ചെയ്തു എന്നുമുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. അത് കോടതിക്ക് ബോധ്യമായി. ഒരു ചെറുപ്പക്കാരനെ ഒരു സർക്കാരും ഒരു സംഘ മാധ്യമങ്ങളും ചേർന്ന് കഴിവേറ്റാൻ ശ്രമിച്ചാൽ അതിന്റെ ഉദാഹരണം തന്നെയാണ് രാഹുൽ കേസ്. അയാൾ തന്നെ സൂചിപ്പിച്ച പോലെ കേരളം ഇതിന്റെ ചതികൾ ഒന്നൊന്നായി തെളിവ് സഹിതം തിരിച്ചറിയും. തീർച്ച ഇന്ന് തള്ളിപ്പറഞ്ഞവർ അന്ന് ദുഃഖിക്കും. ഈ പരാതിക്കാരി എനിക്ക് എതിരെയും അപവാദ പ്രചരണം നടത്തിയിരുന്നു. ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പരാതിക്കാരി കോടതി മുറിയിലും പൊതുസമൂഹത്തിലും ഇതിന് കണക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞ കള്ളത്തിന് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഈ ലോകത്തിന്റെയും മുന്നിൽ തലകുനിച്ച് നിർത്തും. കോടതിയിൽ കള്ളം തെളിയുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കാനും കഴിയില്ല. പരാതിക്കാരിയുടെ അമ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്നായിരുന്നു വിവരം. പരാതിക്കാരി രാഹുലിന്റെ സോഷ്യൽ മീഡിയയിലെ സ്റ്റോറികൾക്ക് പ്രതികരിക്കുന്നുണ്ടെന്നും സുഹൃത്ത് ഫെനി നയനാൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. രാഹുൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളിൽ ഇക്കാര്യമുണ്ടെന്നും ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചത് ഇവരെയെല്ലാം കണക്കിലെടുത്താണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്നത്തെ ദിവസം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണെന്നും അയാൾ കാണിച്ച അച്ചടക്കം ചുരുങ്ങിയത് 2 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ഗുണമാകുന്നുണ്ട് എന്നും അതിനെപ്പറ്റി വേറെ ഒരു അവസരത്തിൽ പറയാമെന്നും പറയുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്ന ഈ അച്ചടക്കം തീർച്ചയായിട്ടും അത് നല്ല രീതി തന്നെയാണ്. രാഹുലിന് വേണമെങ്കിൽ സാധാരണ കോൺഗ്രസ്സുകാരെ പോലെ പറയാമായിരുന്നു, താൻ ഇപ്പോൾ ജാമ്യത്തിലാണ്, കോടതി തന്നെ ഇതൊരു ജാമ്യത്തിൽ വിധിച്ച കേസാണ്, അതുകൊണ്ട് തനിക്ക് വേണമെങ്കിൽ മത്സരിക്കാം, എനിക്ക് സീറ്റ് തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരാമായിരുന്നു. പക്ഷേ അത് രാഹുൽ ഇവിടെ ചെയ്തില്ല. കേസിനെ പറ്റി തന്നെ പറയാം. രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നു രാഹുൽ നിന്ന് നിർണായകമെന്ന്. പക്ഷേ കേസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ വന്നതിന് ശേഷം ഒരു തരത്തിലുമുള്ള വാർത്തകളും കണ്ടില്ല. അവിടെയാണല്ലോ കഴുകന്മാർ കാത്തിരുന്ന വാർത്ത കിട്ടാത്തതിനുള്ള വിഷമമാണ് മുഖത്ത് കാണുന്നത് എന്ന് ബോധ്യമാവുന്നു. ഫെനിയുടെ വാക്കുകൾ അച്ചട്ടാവുകയാണ്.